ഹായ് ഓൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ അഹങ്കാരം എന്നറിയപ്പെടുന്ന ഒറോട്ടിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഞാൻ കരുതും നാട്ടിലൊക്കെ പോയിട്ട് ചെയ്യാമെന്നുള്ള രീതിക്ക് അങ്ങനെ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. ഈ ഒരു ഒറോട്ടിയുടെ റെസിപ്പി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഷമ്മുവിൻ്റെ വീട്ടിലാണ് കേട്ടോ. അതപ്പോൾ ഇന്ന് ഉമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒറോട്ടി ആക്കാമെന്ന് പറയുമ്പോൾ ഉമ്മ തന്നെയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫുള്ള് കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിയോ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒറോട്ടി ഉണ്ടാക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാൻ പറ്റും, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇല പറിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഉമ്മ ഉണ്ട് കേട്ടോ, ഉമ്മ തന്നെയാണ് വീഡിയോ എടുത്തരും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കാര്യങ്ങളും മുറ്റത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതും കൂടി പറിച്ചിട്ട് കിച്ചണിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഒറോട്ടിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് കുതിർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ വേണം പുഴുങ്ങലരി കുതിർത്ത് വെക്കാനായിട്ട്. നിങ്ങൾ ഏതാണ് വീട്ടിലെടുക്കുന്ന ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന പൊന്നിയോ കുറുവോ ഏതായാലും കുഴപ്പമില്ല, ആ പുഴുങ്ങലരിയാണ് കേട്ടോ വേണ്ടത് ഒറോട്ടിക്ക്, എങ്കിലേ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഉമ്മ തലേ ദിവസം രാത്രി തന്നെ ഇതുപോലെ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ എന്തായാലും കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് ഉമ്മ കഴുകിയെടുത്തതിന് ശേഷം ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അരച്ചെടുക്കാൻ പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഓവർ ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തരികൾ പാടില്ല കേട്ടോ ഒറോട്ടിയുടെ അരിയിലേക്ക്. ഇനി ബാക്കിയുള്ളത് മുഴുവൻ ഈ ഒരു രീതിക്ക് തന്നെ നരച്ചെടുക്കുക. അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ട. അരിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. ഒറോട്ടിപ്പൊടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഒറോട്ടിയുടെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് എല്ലാം നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് പരത്തിയെടുക്കാൻ പാകത്തിനുള്ള രീതിക്കാവുന്നവരെ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു 5-6 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. ആ ഒരു സമയം കൂടെ നമുക്ക് ഈ ഒരു പൊടിയുടെ വെള്ളത്തിൻ്റെ ഒക്കെ അളവൊന്ന് ബാലൻസ് ആയിട്ട് നല്ല രീതിക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഉമ്മ ഇതിപ്പോൾ കുഴക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കുറച്ചൊരു ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇതുപോലെ ഒരു 5-6 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ മാവ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് ഉമ്മയിൽ നല്ലപോലെ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒറോട്ടി പരത്തിയെടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഒരു പീസ് വാഴയിലയിലേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ വലുപ്പമുള്ള അതിനനുസരിച്ചിട്ട് ഒറോട്ടിയുടെ മാവ് ഉരുട്ടിയെടുക്കുക. ഇപ്പോൾ എല്ലാവരും നേരിയ ഒറോട്ടിയൊക്കെയാണ് കേട്ടോ എളുപ്പപ്പണിക്ക് വേണ്ടി ചുട്ടെടുക്കുന്നത്. പക്ഷെ ആ ഒരു കട്ടിയുള്ള ഒറോട്ടിയുടെ ടേസ്റ്റ് എന്തായാലും ആ നേരിയ ഒറോട്ടിക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ഉരുളയായിട്ട് എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേ സൈഡായിട്ട് പരത്തി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു പീസ് ഇല വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഓട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാന് വേണ്ടിക്കും എടുക്കുക. നമ്മുടെ ഇപ്പോൾ ഏതാണ്ട് ഒരു ഇരുമ്പിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ പാനിൽ കൊള്ളുന്നത് അതിനനുസരിച്ച് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 2 എണ്ണമാണ് കേട്ടോ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഒറോട്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആരും അങ്ങനെ ഇലയിലൊന്നും മെനക്കെട്ട് ചൂടാൻ നിൽക്കുന്നില്ല. എല്ലാവർക്കും മടിയല്ലേ. ഇപ്പോൾ എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പക്ഷേ നമ്മളിതുപോലെ ഇലയിൽ ചുട്ടെടുക്കുന്ന ടേസ്റ്റും ഇരുമ്പോടിലൊക്കെ ചെയ്തെടുക്കുന്ന ടേസ്റ്റൊന്നും നോൺ സ്റ്റിക്ക് പാനിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു തൊലിയൊന്നും നല്ലതായിട്ട് കിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളാണ് കേട്ടോ. ഇതിപ്പം കണ്ടില്ല, തിരിച്ചും മറിച്ചൊക്കെ ഇടയ്ക്കിടെ ഇട്ട് കൊടുക്കുക. ഒരു 3-4 തവണ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് ഇലയുടെ കളറൊക്കെ നല്ലപോലെ മാറി വരും കേട്ടോ. അപ്പോൾ ഇല ഇതുപോലെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യുക. നന്നായിട്ട് കളറൊക്കെ മാറി വന്നതിന് ശേഷം കുറച്ചുകൂടി നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്.
അപ്പോൾ എന്നിട്ട് ഇല റിമൂവ് ചെയ്തതിന് ശേഷം ഒരു 3-4 തവണ വീണ്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. നമ്മുടെ മാവൊക്കെ നല്ല സെറ്റാണെങ്കിൽ നല്ലപോലെ ഒറോട്ടി പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം ഓട്ടുന്ന എടുക്കുക കേട്ടോ. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള, പ്രത്യേകിച്ചും ബിഗിനേഴ്സിനോട് പറയുകയാണ്, വേവിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിളല്ല, നിങ്ങൾക്കിപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇപ്പോൾ ഇലയൊക്കെ എടുത്ത സമയത്ത് തന്നെ പാനിൽ കുറച്ചുകൂടി സ്ഥലം വന്നല്ലോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടി പരത്തിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പെട്ടെന്ന് ആവുന്നതിനനുസരിച്ച് കോരിയെടുക്കുക. വീണ്ടും സ്പീഡപ്പായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഓരോന്ന് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നാവുകയാണെങ്കിൽ കുറേയൊക്കെ വലിയ ഓടൊക്കെ ആണെങ്കിൽ ഒരുപാട് ഒന്നിച്ചിട്ടിട്ടൊക്കെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇത് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് തൊട്ട് കൊടുക്കുക. അപ്പോഴൊക്കെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഇല മടക്കി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പേപ്പർ പിടിച്ചിട്ടോ എന്തെങ്കിലും വിരൽ കൊണ്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റുന്നത് അതുപോലെ ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് അനക്കി കൊടുക്കുക. നമ്മൾ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഉമ്മയൊക്കെ നല്ല സ്പീഡായിട്ട് ചെയ്യും കേട്ടോ ഒറോട്ടിയൊക്കെ. നമുക്കൊന്നും പിന്നെ അതിന് പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാർ ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്ന എക്സ്ട്രാ പെർഫെക്ഷനാണ്. അല്ലാതെ നമുക്ക് എന്തായാലും പറ്റില്ല. ഒറോട്ടിയൊക്കെ മെയിനായിട്ട് പണ്ടൊക്കെ പറയുന്നതൊക്കെ പ്രായമുള്ളവരൊക്കെ ചെയ്യുന്ന ഒറോട്ടിയൊന്നും ഇപ്പോഴത്തെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉമ്മയെല്ലാം പറയുന്നത് കേൾക്കാം. അപ്പോൾ ഉമ്മ നല്ല സ്പീഡായിട്ട് ചെയ്യും കേട്ടോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ നല്ലപോലെ തിരിച്ചു മറിച്ചെടുക്കുക. ഇപ്പോൾ തൊലി ഭാഗമൊക്കെ കണ്ടില്ല, നല്ലപോലെ കളറ് മാറി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചിലവർ തൊലി ഭാഗം നല്ല സോഫ്റ്റായിട്ട് തന്നെ എടുക്കും, ചിലവർ നന്നായിട്ട് മൊരിയിച്ചിട്ടെടുക്കും. അപ്പോൾ കുറച്ചൊരു മൊരിയിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അങ്ങനെ ഇഷ്ടം. അപ്പോൾ തൊലി നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതുപോലെ തൊട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാ സൈഡുമായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, വീഡിയോയിൽ വൈറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം തന്നെ മറ്റേതും ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ആ ഒരു ഇലയൊക്കെ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ നമ്മുടെ ഒറോട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ വൈറ്റ് കളറായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല, കണ്ടില്ല നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒറോട്ടി നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി സൈഡ് ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ. സൈഡ് ഭാഗം കൂടി നന്നായിട്ടൊന്ന് മൊരിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ട് തൊലിയും സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. നല്ലൊരു പൊങ്ങി നല്ല തൊലിയൊക്കെ ഗ്യാപ്പായിട്ട് വരും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ, നമ്മുടെ ഒറോട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കുക കേട്ടോ. നന്നായിട്ട് മൊരിയിച്ചെടുക്കണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ ആ ഒരു സ്പേസിൽ വേറെ പരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഒറോട്ടി പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ടേ. അപ്പോൾ ഒറോട്ടി ഇതുപോലെ സെർവ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടോടെ തന്നെ നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഗീ തടവി കൊടുക്കുക. ഗീ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് വേണ്ട കേട്ടോ, സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. പിന്നെ പണ്ടൊക്കെ നമ്മളെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൽ മുക്കിയിട്ടും അങ്ങനെ ഒറോട്ടി കഴിക്കും കേട്ടോ. നന്നായിട്ട് തേങ്ങാപ്പാലിൽ മുക്കിയിട്ടും വെക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ആരും ഒട്ടുമിക്ക ആളുകൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ആർക്കും മെനക്കെടാൻ താല്പര്യമില്ല അല്ലേ, എല്ലാവർക്കും മടിയാണ് ഇപ്പം ചെയ്യാനായിട്ട്. എല്ലാം ഈസി ആയിട്ട് ചെയ്യുന്നില്ല എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഗീ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒറോട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കറി എന്ന് പറയുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള മുരിങ്ങ ഇലയും മുട്ടയും മിക്സ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഈ ഒരു രണ്ടിൻ്റെയും കോമ്പിനേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് കഴിച്ചവർക്കറിയാം, വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കാതെ പിന്നെ വീഡിയോ ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്നൊന്നര കോമ്പിനേഷനാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, വെറുതെ പറയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്